നമുക്ക് നോക്കാം. NDAയുടെ വിജയപ്രതീക്ഷകൾ പങ്കുവച്ച് BJP സംസ്ഥാന വക്താവും എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ PR ശിവശങ്കർ. അദ്ദേഹം നമ്മളോടൊപ്പം അതിഥിയായി ചേരുകയാണ്. നമ്മുടെ പ്രതിനിധി ജിജീഷ് കരുണാകരനോടൊപ്പമാണ് ചേരുന്നത്. ജിജീഷ്, വളരെ ശക്തമായ പോരാട്ടമാണ് എറണാകുളത്ത് നടന്നത്. PR ശിവശങ്കർ BJP NDAയുടെ മുഖമാണ്. അദ്ദേഹം വിജയപ്രതീക്ഷയിലൂടെയാണ് അതെ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളോടൊപ്പം പങ്കുവയ്ക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത്? രോഹിണിയും അശ്വതിയും പറഞ്ഞതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും ശക്തമായ മത്സരം ഇത്തവണ നടന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് എറണാകുളം നിയോജക മണ്ഡലം കൂടിയാണ്. അവിടെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് NDA നിർത്തിയത്. കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം സുപരിചിതനായ, നമുക്കറിയാം ചാനൽ ചർച്ചകളിലൂടെ അടക്കം തിളങ്ങി നിന്നിട്ടുള്ള PR ശിവശങ്കർ എന്ന അതിശക്തനായ നേതാവിനെ തന്നെ മത്സര രംഗത്തിറക്കി. അതിൻ്റെ ഒരു നേട്ടവും NDA സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിലയിരുത്തുമ്പോൾ തന്നെ, വിശകലനം നടത്തുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. വലിയ മുന്നേറ്റം. കാരണം UDF പലപ്പോഴും അവരുടെ ശക്തി കേന്ദ്രം എന്ന നിലയിൽ എല്ലായ്പ്പോഴും പറയുന്ന മണ്ഡലത്തിൽ ഇത്തവണ NDA ഒരു മുന്നേറ്റം തന്നെ ഉണ്ടാക്കുന്ന നിലയിലേക്ക് മത്സരരംഗം മാറിയിരിക്കുന്നു. ഇപ്പോൾ BJPയുടെ സംസ്ഥാന വക്താവാണ്, ഒപ്പം തന്നെ NDAയുടെ എറണാകുളം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയായ PR ശിവശങ്കർ. അതിന് തന്നെ വിജയാശംസകളെല്ലാം തന്നെ നേരുന്നു. വലിയ ഒരു ശക്തമായ മത്സരമാണ് ഇപ്പോൾ. ആദ്യം നമുക്ക് എറണാകുളത്ത് നിന്ന് തുടങ്ങുമ്പോൾ ഏറ്റവും ശക്തമായ നിയോജക മണ്ഡലത്തിലേക്ക് മാത്രം കണക്കാക്കുമ്പോൾ, അതായത് സമാനതകളില്ലാത്തൊരു മത്സരമാണ് താങ്കൾ ഇവിടെ നടത്തിയത്. പ്രചരണ രംഗത്ത് രണ്ട് മുന്നണികളെയും പിന്നിലാക്കുന്നത് എന്ന് തന്നെയാണ് പൊതുവെ ആളുകൾ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യം. എങ്ങനെയാണ് ഈ മണ്ഡലത്തിലെ ഒരു വിജയപ്രതീക്ഷകൾ? എന്നിട്ട് നമുക്ക് വക്താവെന്ന നിലയിൽ സംസ്ഥാന തലത്തിലേക്ക് പോകാം. എറണാകുളം പൊതുവെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ മാധ്യമങ്ങളും വിചാരിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് BJPക്ക് അത്രയൊന്നും ശക്തിയില്ലാത്ത മണ്ഡലമെന്നാണ്. പക്ഷേ യഥാർത്ഥ കണക്കുകൾ BJP ഗോട്ട് ഓൾമോസ്റ്റ് 18,000 വോട്ട് ഇൻ ദ ലാസ്റ്റ് ഇലക്ഷൻ. NDA the 2020 also having more than 11,000 വോട്ട്. LDFന് ആകെ 20,500 വോട്ടേ കിട്ടിയിട്ടുള്ളൂ ലാസ്റ്റ് ഇലക്ഷൻ. സോ വി ഹാവ് 18% വോട്ട് ഇപ്പോഴേ തന്നെ ഉണ്ട്. പിന്നെ 2020 കൂടെ വന്നപ്പം വി ആർ റിസീവിങ് അറൗണ്ട് 30,000 വോട്ട്. അപ്പം BJP NDAയും UDFും തമ്മിലാണ് യഥാർത്ഥ മത്സരം. അത് നിർഭാഗ്യവശാൽ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടിയില്ല, അല്ലെങ്കിൽ മറക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് തിങ്, നരേന്ദ്രമോദിക്ക് ഏറ്റവും കൂടുതൽ ഒരു പിന്തുണ കിട്ടുന്ന മണ്ഡലമാണ്. ഇപ്പോൾ നാഷണൽ സർവീസിലൊക്കെ മോർ ദാൻ 35 to 40% വോട്ട് വിൽ ബി ഗോൺസ് ടു നരേന്ദ്രമോദി എന്നുള്ളത് നമ്മൾ പല സർവേയിലും കണ്ടിട്ടുണ്ട്. അത് അർബൻ കൾച്ചറാണ്. പൊതുവേ എല്ലാ അർബൻ സെൻറ്റേഴ്സിലും അത്തരത്തിലുള്ള ഒരു BJP പ്രോ മോദി കേന്ദ്രീകൃതമായ ആളുകൾ. അതെ. അപ്പോൾ എഡ്യൂക്കേറ്റഡ്, വെൽ എംപ്ലോയിഡ്, അത്തരമൊരു കാര്യം കാണുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു ഫേവർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടി. അത് പക്ഷേ ജനങ്ങളും മറ്റുള്ള മാധ്യമങ്ങളും അത് അത്ര വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. സോ വി ഹാവ് എ വെരി സ്ട്രോങ് വോട്ടിംഗ് പാറ്റേൺ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഒരു അഡ്വാൻറ്റേജും ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി പ്രചാരണ രംഗത്തൊക്കെ എനിക്ക് തോന്നുന്നു മറ്റ് രണ്ട് മുന്നണി, അതായത് ഏറ്റവും അധികം ഹോർഡിങ്ങുകൾ, പ്രചരണങ്ങൾ, വീടുകളിലുള്ള പ്രചരണങ്ങൾ, പ്രസ്സുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. അതെല്ലാം തന്നെ പ്രത്യേകിച്ച് നഗര വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം പ്രധാനവുമാണ്. അത് ഐ പ്രിപ്പയർ എ ക്യാമ്പയിൻ ഒരു പ്രൊഫഷണൽ ഏജൻസിയെ തന്നെ വെച്ചിരുന്നു. സോ അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ സിസ്റ്റം, അതായത് ഇപ്പം ഒരു വലിയ ഹോർഡിങ്ങുകൾ എപ്പോഴും വിൽ ക്രിയേറ്റ് ഓക്കെ ദിസ് എ ബിഗർ കാൻഡിഡേറ്റ് എന്നുള്ളൊരു ക്രിയേഷൻ. അപ്പം വി ബൈ ദ ബിഗർ ഹോർഡിങ്സ്. അത് കോസ്റ്റ്ലിയാണ്, പക്ഷേ നമുക്കത് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് ചെയ്യാൻ പറ്റി. അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ, ഒരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രവർത്തകർ വളരെ ശക്തിയുക്തം, അതുപോലെ തന്നെ ആത്മാർത്ഥമായി, ഈ പറയുന്ന എന്നേക്കാൾ ആത്മാർത്ഥമായി, എന്നേക്കാൾ മുമ്പിൽ എഴുന്നേറ്റ് വാശിയോടെ പ്രവർത്തിച്ച ധാരാളം പ്രവർത്തകർ, ഞാൻ മുൻ പരിചയമില്ലാത്ത പ്രവർത്തകർ, പുതിയ പ്രവർത്തകർ, വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവർ, മതന്യൂനപക്ഷത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട പ്രവർത്തകർ തന്നെ അതിശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അവർക്കൊക്കെ പാർട്ടിയോടും ദേശീയ ജനാധിപത്യ സഖ്യത്തോടും അതുപോലെ തന്നെ നരേന്ദ്രമോദിയോടുള്ള ഒരു ഭയങ്കര സ്നേഹം, വ്യക്തിപരമായി എന്നേക്കാൾക്ക് എത്രയോ ഉപരിയാണ് അവരുടെ ആ സ്നേഹം, ആ പ്രവർത്തനം. അതുകൊണ്ട് ഒരു നിഷ്കാമ കർമ്മം എന്നൊക്കെ ചെയ്യുന്നത് പോലെ ഭക്ഷണമൊന്നും കിട്ടാണ്ട് തന്നെ ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്. അവരാണ് എപ്പോഴും BJP എന്നും കരുത്തായി മാറിയിട്ടുള്ളത്. അവരൊക്കെ തന്നെയാണ് അവിടെ ഇരിക്കുകയാണ്. ഇത്തരത്തിൽ അവർ എപ്പോഴും കരുതാതെ, അതായത് ഈ BJPയെ സംബന്ധിച്ചിടത്തോളം സാധാരണ പ്രവർത്തകർ ഒന്നും പ്രതീക്ഷിക്കാതെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ അല്ലേ? താങ്കളടക്കം സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് വന്ന് ഇപ്പോഴും അത് തുടരുന്ന ആളുകളാണ്.
ഞാൻ അത്ഭുതപ്പെട്ടു വേണ്ടാത്ത എന്നപ്പം നമുക്കൊക്കെ സംഘ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടല്ലോ, പക്ഷേ അതൊന്നുമില്ലാത്തവരും നമ്മളെക്കാൾ ആത്മാർത്ഥതയോടെ ഈ പ്രസ്ഥാനം വളരണം, വികസനം വേണം എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു. ആൻഡ് സംഘ ബാക്ക്ഗ്രൗണ്ടുള്ള പ്രവർത്തകരുമായി ഇഴുകിച്ചേർന്നുകൊണ്ട് ഒരു പ്രശ്നവുമില്ലാതെ പ്രവർത്തിക്കുന്നു. രാത്രി 10 മണിക്കും 11 മണിക്കൊക്കെ വീട്ടിൽ പോകുന്ന പെൺകുട്ടികളടക്കമുള്ള ഓഫീസുകൾ, ഐ ക്യാൻ ടെൽ യു മേ ബി മോർ ദാൻ ഒരു 20 to 30% ഓഫ് വോട്ട് അല്ലെങ്കിൽ പ്രവർത്തകർ സ്ത്രീകളുണ്ടായിരുന്നു. അവരൊക്കെ 11 മണിക്കാണ് പുരുഷന്മാരെ പോലെ തന്നെ ഒരേപോലെയാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് സെൻട്രൽ ഓഫീസിലൊക്കെ, ഞങ്ങളുടെ സെൻട്രൽ ഓഫീസിലൊക്കെ ടേക്കൺ ഓവർ ബൈ ടോട്ടലി ദ മഹിളാ മോർച്ച പ്രവർത്തകരായിരുന്നു ആൻഡ് അഡ്വക്കേറ്റ്സ്. ആൻഡ് പണിയില്ലാത്തവർ പ്രൊഫഷണൽസ് ആയിട്ട് ഇരുന്ന് ഞങ്ങൾക്ക് ഒരു പണിയുണ്ട്. ജസ്റ്റ് സെൻഡ് എ മെസ്സേജ്, വി ആർ ഗെറ്റിംഗ് ദ ആൻസേഴ്സ് ആൻഡ് വാട്ട് കോൾ ദ ഡീറ്റെയിൽസ്, ഡാറ്റാസ് ആൻഡ് എവറിത്തിങ്. ഇറ്റ്സ് എക്സലൻറ്റ്. ഐ റിയലി താങ്ക്ഫുൾ ടു ഓൾ. ശിവശങ്കരേട്ടാ, ഇനി നമുക്ക് സംസ്ഥാന വക്താവാണ്. അത് അങ്ങ് മണ്ഡലത്തിൽ മാത്രമല്ല ഒതുങ്ങി നിന്നിരുന്നത്, കൃത്യമായി തന്നെ സംസ്ഥാനത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളും അങ്ങ് വിലയിരുത്തുന്നുണ്ടായിരുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഈ പോളിംഗ് ശതമാനത്തിലെ വലിയ വർധനവിനെയെല്ലാം വിലയിരുത്താൻ കഴിയുന്നത്? നോക്കൂ, ഇത് ഒരു ചരിത്രപരമായ ഒരു തിരഞ്ഞെടുപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിൽ ഈ പോളിങ്ങിൻ്റെ ഒരു വലിയ നേട്ടം, അല്ലെങ്കിൽ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഈ അതിശക്തമായ ഈ തീക്ഷ്ണമായ ചൂട് അതിനെപ്പോലും വകവയ്ക്കാതെ വന്ന് വോട്ട് ചെയ്തതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള അതിശക്തമായ എതിർപ്പ് ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഇരു മുന്നണികളും കാണിക്കുന്ന വർഗീയ പ്രീണനം, അതും ഒരു വിഭാഗം ജനങ്ങളെ ശക്തമായി ഇരു മുന്നണികൾക്കുമെതിരെ പ്രവർത്തിക്കുവാൻ മാനസികമായി തയ്യാറെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ 80% വോട്ട്, എത്രയൊക്കെ ന്യൂനപക്ഷങ്ങൾ 100% വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും ദറ്റ് അതർ പെർസെൻറ്റേജ് വിൽ ബി ഫ്രം ദ ഹിന്ദു കമ്മ്യൂണിറ്റി. ദെൻ ഐ ഡോണ്ട് തിങ്ക് ദറ്റ് മൈനോറിറ്റി വിൽ ബി വോട്ട് 100%. അവരുടെയും കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 30 to 40% വോട്ട് വിൽ ബി ഫ്രം ദ മേജർ കമ്മ്യൂണിറ്റി. അത്തരം ഒരു വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ ഗുണം തീർച്ചയായും നല്ല സ്ഥാനാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് NDA സ്ഥാനാർത്ഥികൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇതുവരെ കണക്കുകൂട്ടലായിരിക്കില്ല എക്സിറ്റ് പോളിൻ്റെ കണക്കുകൂട്ടൽ വരുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥ കണക്കുകൾ വരുന്നത് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ഭൂരിപക്ഷം, അതല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ ഞങ്ങളൊക്കെ കണക്ക് കൂട്ടിയ പോലെ ഒരു B ക്ലാസ് മണ്ഡലം എന്നതൊക്കെ ഒരു പക്ഷേ ഉയർന്നു വന്ന് വിജയിക്കുകയോ അല്ലെങ്കിൽ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനകത്തേക്ക് എത്തുന്ന രീതിയിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം, വരാം തീർച്ചയായും. ഈ കണക്കുകൂട്ടലുകൾ എന്നും കണക്കുകൂട്ടലുകളെ തകർത്ത ഒരു പാരമ്പര്യമാണ് ഈ പറയുന്ന വോട്ടർമാർക്കുള്ളത്. ഇപ്പോൾ ത്രിപുരയിലൊന്നും ആരും ഭരണം പ്രതീക്ഷിച്ചിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു വലിയ അത്ഭുതങ്ങൾ പല മണ്ഡലങ്ങളിലുണ്ടാകും. പ്രത്യേകിച്ച് ഈ പറയുന്ന തെക്കൻ കേരളങ്ങളിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്നതായിരിക്കും. കാരണം ആ ട്രെൻഡ് ഉണ്ട്, ഒരു പോലെ തെക്കും വടക്കും മധ്യ കേരളത്തിലും എല്ലാം തന്നെ. അപ്പുറത്ത് വേറൊരു ട്രെൻഡാണ് ഞാൻ കാണുന്നത്. അവിടെ ഈ പറയുന്ന ഒരു മുസ്ലിം തീവ്രവാദത്തിന്, മുസ്ലിം എന്നുള്ളതല്ല, ഒരു മത തീവ്രവാദത്തിനെതിരെയുള്ള അതിശക്തമായ ഒരു വിരോധം അത് ക്രിസ്ത്യൻ മൈനോറിറ്റിയിലുണ്ട്. UDF പൂർണ്ണമായും ഒരു മത തീവ്രവാദ സംഘടനകൾക്ക് അടിമപ്പെട്ടു എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നുണ്ട്. ഇത് ശരിയല്ല. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ വോട്ട് മാറിപ്പോകും. ലീഗിൻ്റെ അപ്രമാദിത്വം അംഗീകരിക്കാത്ത ഒരു ആര്യാടൻ തീം ഇന്ന് ഞാൻ കാണുന്നുണ്ട്. അത് കാര്യമായി കേരളത്തിൽ ഇത് ശരിയാവില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസ്ഥാനം അടിമപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്ന നല്ലവരായ കോൺഗ്രസ്സുകാർ, അവർക്ക് സെലക്ട് ചെയ്യാൻ UDF കഴിഞ്ഞാൽ പിന്നെ NDA ഉള്ളൂ. അപ്പോൾ അത്തരം ഒരു പ്രോ നേഷൻ, പ്രോ മോഡി വോട്ടുകളും കോൺഗ്രസ്സിൽ നിന്ന് BJPയിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് തോന്നുന്നു 60% സീറ്റുകളിലെങ്കിലും A ക്ലാസ് മണ്ഡലം. കാരണം പ്രത്യേകിച്ച് നിലവിലുള്ള ഒരു പരമ്പരാഗത ചിന്താഗതി എന്ന് പറയുമ്പോൾ വോട്ട് വർദ്ധിക്കുമ്പോൾ UDFന് നേരത്തെ ചർച്ചയിലടക്കം രോഹിണിയും അശ്വതിയും എല്ലാം ഞങ്ങൾ ആ ഒരു ലൈവ് പറയുമ്പോൾ പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആ രീതി മാറുന്നു എന്നത് തന്നെയാണ്. പൊതുവിശകലനം അങ്ങനെ തന്നെയാണ്. കാരണം ഇത്തരത്തിൽ UDFന് അനുകൂലം അവരെപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ വോട്ട് കൂടുന്നത് ഞങ്ങളുടെ വോട്ടാണ്, എല്ലാം പോൾ ചെയ്യുന്നു, സാധാരണയിൽ ഞങ്ങളുടെ ആളുകൾ പോൾ ചെയ്യുന്നില്ല എന്നാണ്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഇത്തവണ അത് NDAക്കാണ് അനുകൂലമായിട്ട് വന്നിരിക്കുന്നത്. വളരെ കറക്റ്റായ കാൽക്കുലേഷനാണ്. ഇത്തവണ പോളിംഗ് ശതമാനം കൂടിയത് ഏറ്റവും ഗുണം ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ NDAക്കായിരിക്കും. അത് ചിലപ്പോൾ മണ്ഡലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ, ഞാൻ എല്ലാ മണ്ഡലത്തിലൊന്നും പറയുന്നില്ല, പക്ഷേ BJP NDA സഖ്യകക്ഷികൾ നന്നായി പെർഫോം ചെയ്ത എല്ലാ മണ്ഡലങ്ങളിലും ഈ പോളിംഗ് പെർസെൻറ്റേജ് കൂടിയത് തീർച്ചയായും അത് UDFനും LDFനും എതിരാണ്. ഒരു സംശയവുമില്ല, അത് NDAക്കായിരിക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, സമയമുണ്ടെങ്കിൽ. ഈ പൊതുവെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം മിനിമം എറണാകുളം പോലുള്ള ജില്ലകളിൽ ജാതി മത ചിന്തകളിൽ നിന്ന്
ഈ പറയുന്ന വോട്ടർമാർ മാറിയിരിക്കുന്നു. എക്കണോമിക്കലി ഓർ എഡ്യൂക്കേഷണലി ഫ്രീഡം കിട്ടിയ അല്ലെങ്കിൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആളുകൾക്ക് ഇത്തരം മതപരമായ ചിന്തയോ ജാതിപരമായ ക്ലാസിഫിക്കേഷനോ മാറിക്കൊണ്ട് അവർ മാനിഫെസ്റ്റോ പഠിച്ച് പോളിസിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാനാണ് ഇന്നവർ ശ്രമിക്കുന്നത്. ഞാൻ എറണാകുളം ടൗണിൽ അതാണ് കണ്ടത്. അത് കാരണം എനിക്ക് അല്ലെങ്കിൽ ഈ മറ്റുള്ള ആൾക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു പ്രൊമോഷൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. വളരെ കൃത്യമായി തന്നെ, അതായത് രാഷ്ട്രീയ നിരീക്ഷണം അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സംസ്ഥാനത്ത് ആകെയുള്ള ഒരു പോളിംഗ് ശതമാനത്തിലെ വർധനം അടക്കം NDAക്ക് അനുകൂലമായി മാറുന്നത് എന്നത് തന്നെയാണ് അത് കാര്യകാരണ സഹിതം PR ശിവശങ്കർ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ തന്നെ അത് ഇനി കാത്തിരിക്കാം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫലപ്രഖ്യാപനം വരെ ഒരു കാത്തിരിപ്പുണ്ട്. ആ സമയം വരെ അദ്ദേഹം അടക്കമുള്ള നേതൃത്വവും ഈ ഒരു കണക്കുകൂട്ടലുകളിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ക്യാമറമാൻ അനന്തുവിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം.